കുറ്റകൃത്യങ്ങളുടെ വാർത്താലോകത്തേക്കാണ് ഇനി. ഹലോ പോലീസ് സ്റ്റേഷനാണോ? കൊല്ലം മൈനാഗപ്പള്ളിയിൽ യുവതിയെ കാർ കയറ്റിയിറക്കി കൊലപ്പെടുത്തിയ കേസിൽ രണ്ടാം പ്രതി ഡോക്ടർ ശ്രീകുട്ടിക്ക് ഇന്ന് ജാമ്യം ലഭിച്ചു. കൊല്ലം ജില്ലാ സെഷൻസ് ജഡ്ജ് ജി ഗോപകുമാറാണ് ജാമ്യം കൊടുത്തത്. പ്രോസിക്യൂഷൻ വാദം തള്ളിയാണ് കോടതിയുടെ ഉത്തരവ്. ഇക്കഴിഞ്ഞ സെപ്റ്റംബർ 15-നാണ് മൈനാഗപ്പള്ളി ആനൂർക്കാവിൽ വെച്ച് സ്കൂട്ടർ യാത്രക്കാരിയായ കുഞ്ഞുമോളെ കാർ കയറ്റി കൊലപ്പെടുത്തിയത്. കരുനാഗപ്പള്ളി സ്വദേശിയായ അജ്മലും സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടറായിരുന്ന ശ്രീകുട്ടിയും സഞ്ചരിച്ച കാർ കുഞ്ഞുമോളും ബന്ധുവും സഞ്ചരിച്ച സ്കൂട്ടറിലിടിച്ചു. മദ്യലഹരിയിലായിരുന്ന പ്രതികൾ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിൽ റോഡിൽ വീണുകിടന്ന കുഞ്ഞുമോളുടെ ശരീരത്തിലൂടെ കാർ കയറ്റി ഇറക്കുകയായിരുന്നു. കാർ ഓടിച്ച ഒന്നാം പ്രതി അജ്മലിനെതിരെ മനഃപൂർവ്വമുള്ള നരഹത്യാ കുറ്റമാണ് പോലീസ് ചുമത്തിയത്. കാറിന്റെ പിൻസീറ്റിലായിരുന്നു രണ്ടാം പ്രതി ശ്രീകുട്ടി. ശ്രീകുട്ടിയുടെ പ്രേരണയിലാണ് അജ്മൽ കാറുമായി രക്ഷപ്പെടാൻ ശ്രമിച്ചതെന്ന് ദൃക്സാക്ഷികൾ പോലീസിന് മൊഴി നൽകിയിരുന്നു. ദൃക്സാക്ഷി മൊഴികളുടെ അടിസ്ഥാനത്തിൽ ശ്രീകുട്ടിക്കെതിരെ പ്രേരണാ കുറ്റവും പോലീസ് ചുമത്തി. ശാസ്താംകോട്ട മജിസ്ട്രേറ്റ് കോടതി 2 തവണ അജ്മലിന്റെയും ശ്രീകുട്ടിയുടെയും ജാമ്യാപേക്ഷ തള്ളിയതോടെയാണ് പ്രതിഭാഗം ജില്ലാ സെഷൻസ് കോടതിയെ സമീപിച്ചത്. രണ്ടാം പ്രതിക്ക് ജാമ്യം നൽകിയാൽ തെളിവ് നശിപ്പിക്കാൻ സാധ്യതയുണ്ടെന്നടക്കം പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചു. പ്രതികളുടെ പരസ്പര വിരുദ്ധ മൊഴിയും പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടിയിരുന്നു. പക്ഷേ കേസിൽ വിശദവാദം കേട്ട ജില്ലാ സെഷൻസ് കോടതി ഉപാധികളോടെ ശ്രീകുട്ടിക്ക് ജാമ്യം അനുവദിക്കുകയായിരുന്നു. ഒന്നാം പ്രതി അജ്മലിന്റെ ജാമ്യാപേക്ഷ ഒക്ടോബർ 3-ന് സെഷൻസ് കോടതി പരിഗണിക്കും. കേസിന്റെ ഗൗരവസ്വഭാവം മനസ്സിലാക്കിയ കോടതി സംഭവം നടന്ന 15 ദിവസങ്ങൾക്ക് ശേഷമാണ് രണ്ടാം പ്രതിയായ ശ്രീകുട്ടിക്ക് ജാമ്യം അനുവദിക്കുന്നത്. കർശന ജാമ്യവ്യവസ്ഥകളും മുന്നോട്ട് കോടതി വെച്ചിട്ടുണ്ട്. കൊല്ലത്തുനിന്ന് ആർ അരുൺ രാജ്, 24.